നിങ്ങളൊരു മാന്യനായ ആളാണെന്നുള്ളതിൻ്റെ 7 തെളിവുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹൈ വാല്യൂ ഉള്ള ആളുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളൊരു മാന്യനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആളുകളുടെ ലുക്സ് നോക്കി, അവരുടെ വസ്ത്രധാരണ രീതി നോക്കി, അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കി ഒരിക്കലും അവരെ വിലയിരുത്തില്ല. ഈ പറഞ്ഞതൊന്നുമല്ല മാന്യതയുടെ മാനദണ്ഡം എന്ന് നിങ്ങൾക്കറിയാം. മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ആളുകളെ, ഉള്ളതുപോലെ പറയുന്ന ആളുകളെ ലോ ക്ലാസ് ആയി നിങ്ങൾ ഒരിക്കലും കാണില്ല. നിങ്ങൾ മാന്യതയുള്ള ആളാണെങ്കിൽ, നിങ്ങളൊരു മാന്യനാണെങ്കിൽ നിങ്ങൾക്കറിയാം ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രതികരണം ആവശ്യമില്ല എന്ന്. പല സമയങ്ങളിലും നമ്മൾ മിണ്ടാതിരുന്ന് ഒബ്സർവ് ചെയ്യണം. ആരൊക്കെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, ആരൊക്കെയാണ് നമ്മളെ ചതിക്കുന്നത്, ആരൊക്കെയാണ് പിന്നിൽ നിന്ന് കുത്തുന്നത്, നമ്മൾ എന്തൊക്കെ നേടുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതെല്ലാം ശാന്തമായിരുന്ന് ഒബ്സർവ് ചെയ്യണം. എല്ലാത്തിലും കയറി പ്രതികരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രതികരണം എവിടെയാണോ അത്യാവശ്യമായിട്ടുള്ളത് അവിടെ മാത്രം പ്രതികരിക്കാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ പറ്റി ആരെങ്കിലും മോശം പറയുകയാണെങ്കിൽ അവരുടെ ആബ്സെൻസിലും അവർക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കും. കൂടെ നിൽക്കുമ്പോൾ പുകഴ്ത്തുകയും കൂടെ ഇല്ലാത്തപ്പോൾ ഇകഴ്ത്തുകയും ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ. മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കാതെ തന്നെ, ശബ്ദമുയർത്താതെ തന്നെ അവരോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരുമായി മുഷിയാതെ തന്നെ, വഴക്കിടാതെ തന്നെ നമുക്ക് അവരുടെ അഭിപ്രായങ്ങളോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാം, നമ്മുടെ പോയിന്റ് വെക്കാം. നിങ്ങളൊരു മാന്യനാണെങ്കിൽ നിങ്ങൾക്കറിയാം മറ്റുള്ളവരെ ഉയരാൻ സഹായിക്കുന്നതിലൂടെ നമ്മൾ ഒരു ബെറ്റർ പേഴ്സണായി മാറുകയാണെന്നുള്ളത്. വേറൊരാളെ ഇടിച്ചു താഴ്ത്തുന്നതിലൂടെ നമുക്കൊരിക്കലും ഉയരാൻ കഴിയില്ല. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരുടെ ഉയർച്ചയിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, അതിൽ സന്തോഷിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ആളാവാൻ കഴിയുള്ളൂ, നമുക്ക് സ്വയം ഉയരാൻ കഴിയുകയുള്ളൂ. ഒരാൾക്ക് തെറ്റ് പറ്റുമ്പോൾ അയാളോട് ക്ഷമിക്കാനും ആ തെറ്റിനെ എതിർക്കാനും നിങ്ങൾക്ക് കഴിയും. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടോ അവരെ അംഗീകരിക്കുന്നത് കൊണ്ടോ അല്ല, നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ. മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ല മനസ്സോടെ കാണാനും അഭിനന്ദിക്കാനും അവരെടുക്കുന്ന എഫേർട്ടിനെ അഭിനന്ദിക്കാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളൊരു മാന്യനാണെങ്കിൽ.